യുപിയിൽ സ്വന്തം സഹോദരന്റെ ഭാര്യയെ കൊലപ്പെടുത്തി യുവാവ് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. കാരണമാകട്ടെ കൊല ചെയ്യപ്പെട്ട യുവതിയുടെ സഹോദരിയോടുള്ള പ്രണയവും അത് നിരസിച്ചതിലുള്ള വൈരാഗ്യവും. യുപിയിലെ മാധുരയിലാണ് സംഭവം നടക്കുന്നത്. വളരെ സന്തോഷത്തോടെ കഴിഞ്ഞിരുന്നവരായിരുന്നു 20-കാരിയായ കരിഷ്മയും അവളുടെ ഭർത്താവ് പ്രമോദും. എന്നാൽ ആ കുടുംബത്തിന്റെ സന്തോഷം ആകെ കെട്ടുപോകാൻ അധികം സമയമൊന്നും വേണ്ടി വന്നില്ല. കരിഷ്മയുടെ ഭർത്താവായ പ്രമോദിന് 23 വയസ്സുള്ള ഒരു സഹോദരൻ ഉണ്ടായിരുന്നു. ദീപക് എന്നായിരുന്നു അവന്റെ പേര്. ദീപകിന് ഈ കരിഷ്മയുടെ സഹോദരിയോട് പ്രണയമായിരുന്നു. ആ ഇഷ്ടം അവൻ അവളോട് തുറന്നു പറയുകയും ചെയ്തു. എന്നാൽ കരിഷ്മയുടെ സഹോദരിക്ക് ആ ബന്ധത്തോട് ഒട്ടും തന്നെ താല്പര്യമുണ്ടായിരുന്നില്ല. ദീപക് വിവാഹാഭ്യർത്ഥന നടത്തിയപ്പോൾ തന്നെ അവൾ അത് നിരസിക്കുകയും ചെയ്തു. അതോടെയാണ് ആ കുടുംബത്തിന്റെ സമാധാനമാകെ തകർന്നു തുടങ്ങിയത്. ആ പെൺകുട്ടി തന്റെ വിവാഹാഭ്യർത്ഥന നിരസിച്ചതിന് കാരണം കരിഷ്മയാണെന്നായിരുന്നു ദീപക് വിശ്വസിച്ചിരുന്നത്. ആ സംശയം വളർന്ന് ഒടുക്കമത് ദീപകിന്റെ മനസ്സിൽ കരിഷ്മയോടുള്ള അടങ്ങാത്ത പകയായി മാറി. ഒരു ദിവസം തക്കം കിട്ടിയപ്പോൾ ദീപക് കരിഷ്മയുടെ കഴുത്ത് മൂർച്ചയുള്ള ഒരു ആയുധം ഉപയോഗിച്ച് മുറിച്ചു. രക്ഷപ്പെടാൻ കരിഷ്മ ഏറെ ശ്രമിച്ചെങ്കിലും അതൊന്നും ഫലം കണ്ടില്ല. കരിഷ്മയുടെ കഴുത്തറുത്തതിന് പിന്നാലെ ദീപക്കും ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. പാതി ജീവനുമായി കരിഷ്മ വീണ്ടും ഏറെ നേരം മരണവുമായി മല്ലിട്ടു. കുടുംബാംഗങ്ങൾ അവരെ ഇരുവരെയും അടുത്തുള്ള കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിലേക്ക് കൊണ്ടുപോയെങ്കിലും അവിടെ വെച്ച് കരിഷ്മ മരിക്കുകയായിരുന്നു. ദീപകാകട്ടെ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലാണെന്നാണ് പോലീസ് നൽകുന്ന വിവരം. ये थाना नौझील के कटेलिया गांव में आज हॉस्पिटल के माध्यम से सूचना प्राप्त हुई कि एक महिला और एक पुरुष आए हैं जिनके गले पे चोट के निशान हैं और महिला की मृत्यु हो गई है. ये इस सूचना के आधार पर थाने द्वारा मौके पर जाकर जांच की गई तो ये पाया गया कि ये भाभी देवर हैं आपस में. और जब सुबह ये घटना हुई तो उसके बाद परिवार द्वारा सीधे उन्हें इलाज के लिए ले जाया गया और पुलिस को कोई सूचना नहीं दी गई. और जानकारी करने पर ये बात ज्ञात हुई कि ये जो महिला है ये आगरा के रहने वाली है और लगभग 3-4 महीने पहले इनकी शादी हुई थी. और जब घर में जांच की गई, तलाशी ली गई तो घर में ही जो चूल्हा है उसकी राख में से एक ब्लेड मिला है और घर को पूरा साफ कर दिया गया था. साथ ही साथ जो बेड था, जो गद्दे थे उनको भी धोकर ऊपर छत पर डाल दिया गया था सूखने के लिए. और अन्य कुछ कमरे के सामान थे जिसको कि बोरे में डालकर घेर में छुपा दिया गया था. എന്നാൽ അതിശയിപ്പിക്കുന്ന മറ്റൊരു കാര്യം എന്തെന്നാൽ കാര്യങ്ങളൊക്കെ അറിഞ്ഞ കുടുംബം കരിഷ്മയുടേത് കൊലപാതകമാണെന്നത് മറച്ചുവെക്കാൻ ശ്രമിച്ചു എന്നതാണ്. പോലീസ് തെളിവെടുപ്പിനായി വീട്ടിലെത്തിയപ്പോഴേക്കും കൊലപാതകം നടത്താൻ ദീപക് ഉപയോഗിച്ചു എന്ന് പറയപ്പെടുന്ന ആയുധവും രക്തം പുരണ്ട കിടക്കയും അടക്കം അവിടെ കഴുകി ഉണങ്ങാൻ വെച്ച് കാഴ്ചയാണ് പോലീസിന് കാണാനായത്. ഇപ്പോൾ കരിഷ്മയുടെ കുടുംബത്തിന്റെ പരാതിയിൽ കൊലപാതകം, തെളിവ് നശിപ്പിക്കൽ എന്നീ കുറ്റങ്ങൾ ചുമത്തി പോലീസ് FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. സംഭവത്തിൽ കൂടുതൽ അന്വേഷണം നടന്നു വരികയാണിപ്പോൾ. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.